ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള ഗേറ്റ് വേ കാർഗോ അതിലേക്കായിട്ടുള്ള റോഡ് പണികൾ തകൃതിയായിട്ട് നടക്കുകയാണ്. പൂനം എന്ന് പറഞ്ഞൊരു കമ്പനിയാണിപ്പം റോഡ് കൺസ്ട്രക്ഷൻ്റെ ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് നമ്മുടെ കാരോട് ഭാഗത്ത് നിന്ന് കഴക്കൂട്ടത്തോട്ട് പോകുന്ന 4 വരിപ്പാതയാണ്. അപ്പോൾ ആ കുറച്ച് മുകളിലായിട്ട് നമുക്കൊരു ഡൈവേർഷനുണ്ട്. ആ ഡൈവേർട്ട് ചെയ്ത് വന്നിട്ട് വണ്ടികൾ ഈ സർവീസ് റോഡ് വഴി ഇപ്പോൾ ഇവിടെ സ്ഥലം എടുക്കുന്നുണ്ട്. ഇത് താൽക്കാലിക ഗേറ്റ് വേ കാർഗോയ്ക്ക് റോഡ് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീതിക്ക് സ്ഥലം എടുത്ത് വണ്ടികൾ ഈ റോഡിൽ കൂടെ വന്ന് നേരെ പോർട്ടിലേക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് പോർട്ടിലേക്ക് പോകും. അതേപോലെ തന്നെ ഇത് തെക്ക് നിന്ന് വരുന്ന വണ്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതേപോലെ പോർട്ടിൽ നിന്ന് വടക്കോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടികൾക്ക് ഇവിടെ കൂടെ വന്ന് ഇവിടെ ഈ ജംഗ്ഷനിൽ തിരിഞ്ഞ് സർവീസ് റോഡിൽ കൂടെ നേരെ മോളിൽ കൂടെ പോകാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ ആ ഭാഗത്തായിട്ടൊക്കെ വീടുകളൊക്കെ ഇടിച്ച് പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. വീടൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടാവണം. വീടുകളൊക്കെ പൊളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതേപോലെ തന്നെ പോർട്ടിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് പോകാനും അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് നിന്ന് പോർട്ടിലേക്ക് വരാനും വേണ്ടിയിട്ട് ഇതിൻ്റെ എതിർവശത്ത് ഇതേ മാതൃകയിൽ തന്നെ താൽക്കാലികമായിട്ട് റോഡിന് വീതി കൂട്ടും. അങ്ങനെ റോഡിന് വീതി കൂട്ടി ആ സർവീസ് റോഡിൻ്റെ വീതിയും കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ടെമ്പററി ആയിട്ടൊരു സർവീസ് റോഡ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട സ്ഥലമൊക്കെ ഏറ്റെടുക്കണം. അപ്പം പത്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഡിസംബർ മാസത്തോടു കൂടി ഈ പറയുന്ന താൽക്കാലിക റോഡൊക്കെ വെച്ചിട്ട് ഗേറ്റ് വേ കാർഗോ, അതായത് റോഡ് മാർഗമുള്ള കണ്ടെയ്നർ മൂവ്മെൻറ്റ് തുടങ്ങുമെന്നാണ്. അപ്പോൾ എന്തായാലും 2-ാം തീയതി പോർട്ടിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ എല്ലാം നല്ലതുപോലെ വരട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് റോഡ് മാർഗമുള്ള കാർഗോ മൂവ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ, കണ്ടെയ്നർ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന പ്രത്യാശയിൽ ഈ ചെറിയൊരു വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.